ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇലക്ട്രോണിക്സിന്റെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മുടെ സോൾ സ്റ്റേറ്റ് നമ്മുടെ സെമി കണ്ടക്ടർ ഫിസിക്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ LEDസിനെ കുറിച്ചാണ്. LEDs ഫുൾ ഫോം എന്തായിരുന്നു? ദാറ്റ് ഈസ് അവിടെ നമുക്ക് പറയാം എന്താണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, LED മീൻസ് എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. ഓക്കെ, എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ അതിൽ LED മറ്റൊരു ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഞാൻ പറഞ്ഞു ആസ് എ പവർ ഇൻഡിക്കേറ്റർ. ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഓൺ ആണോ ഓഫ് ആണോ നമുക്ക് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പവർ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാം? LEDs യൂസ് ചെയ്യാം. നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെന്റ് നമ്മളിപ്പോൾ വൈഫൈ മോഡ് നോക്കിയാലും നമ്മുടെ എന്ത് ഡിവൈസ് നോക്കിയാലും ഓക്കെ, മിക്സി, ഗ്രൈൻഡർ, ഇത് ഏതൊക്കെ നോക്കിയാലും ആംപ്ലിഫയർ ഏത് നോക്കിയാലും അവിടെ എന്ത് വേണം? ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു ഇൻഡിക്കേറ്റർ LEDs അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ആദ്യ കാലങ്ങളിൽ തന്നെ LEDs ശരിക്കും യൂസ് ചെയ്ത് തുടങ്ങിയത് ഇൻഡിക്കേറ്റേഴ്സ് LEDs ആയിട്ടായിരുന്നു. കാരണം അന്നൊന്നും നമുക്ക് ഇത്രയും ബ്രൈറ്റ്നസ് ഉള്ള LEDs മാനുഫാക്ചർ ചെയ്യാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ വന്ന സമയത്ത് എന്ത് ചെയ്തു? അവർ ഇൻഡിക്കേറ്റേഴ്സ് ആണ് എന്ത് ചെയ്തത് അവിടെ യൂസ് ചെയ്ത് വന്നത്. അപ്പോൾ അത് അതിന്റെ ഒന്നാമത്തെ യൂസ് ആണ്. പിന്നെ മറ്റൊരു ചേഞ്ച് ആണ് നമ്മുടെ ഈ ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് വരുന്ന LEDs. ഓക്കെ, 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ചെയ്യുന്ന LEDs. അപ്പോൾ ഇതാണ് ഒരു 7 സെഗ്മെന്റ്സ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ബസ്സിന്റെയൊക്കെ നോക്കിയാൽ ഓക്കെ, ഏതാ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതെല്ലാം എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കും? അവിടെ ശരിക്കും 7 സെഗ്മെന്റ് അല്ല, ഇപ്പോൾ അത് പിക്സൽ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു അല്പം തൊട്ട് മുൻപ് വരെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാൽക്കുലേറ്ററിൽ കാണുന്ന 7 സെഗ്മെന്റ് ആണ്. അത് ശരിക്കും LEDs അല്ല, അവിടെ ലിക്വിഡ് ക്രിസ്റ്റൽ ആണ്. എന്നാൽ എന്തിനാണ് 7 സെഗ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? 7 ഡിഫറെന്റ് LEDസിന്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? സീരീസ് ആയിട്ട് 7 സീരീസ് ആയിട്ടുള്ള പാരലായിട്ട് 7 LEDs എന്ത് ചെയ്യും? ഒരു സെയിം ഇതുമായിട്ട് നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്യും. അതിന്റെ ഗ്രൗണ്ട് അവിടെ ഫ്രീ ആക്കി വിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ എൻഡിലും കണക്ഷൻ കൊടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്തോളും? ഇത് ഓരോ ഡിജിറ്റ് ആയിട്ട് അവിടെ കാണും. അതായത് കണ്ടോ, ABCDEFG ഇങ്ങനെയാണ് കണക്ഷൻസ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ LED ഓൺ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ഇവിടുത്തെ ലൈറ്റ് അവിടെ ഓൺ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഒരു നമ്പേഴ്സും കുറച്ച് ആൽഫബറ്റ്, എല്ലാ ആൽഫബറ്റും നമുക്ക് 7 സെഗ്മെന്റിൽ അത്രയും ക്ലിയർ ആയിട്ട് പറ്റത്തില്ല. കുറച്ച് ആൽഫബറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് കാണിക്കാൻ സാധിക്കും. എന്നാൽ എക്സും ഒയും നമ്മൾ കാണിക്കാറുണ്ട്, ഏകദേശം കാണിക്കുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയിലെല്ലാം വരത്തില്ല. പക്ഷേ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? 0 മുതൽ 9 വരെ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ ഒരു ഡോട്ടും കൂടി വരാറുണ്ട്. ഇവിടെ ഡോട്ട് കൂടി വരുന്ന ഒരു കേസ് കൂടി ഉണ്ട്. നമുക്ക് ഡെസിമൽ പോയിന്റ്സ് കാണിക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദ LEDs ആർ ഓഫ്റ്റൻ ഗ്രൂപ്പ് ടു ഫോം 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. ദ ഫ്രണ്ട് ഓഫ് എ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഇറ്റ് കണ്ടെയ്ൻസ് 7 LEDs. ഓക്കെ, 7 LEDs ഉണ്ടാവും. ABCD എന്ന് പറഞ്ഞ രീതിയിൽ 7 LEDs ഉണ്ടാവും. എല്ലാം എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഓരോ എൻഡിലും പിന്നെ ഇത് റെസിസ്റ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. റെസിസ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് കൺട്രോളിങ്ങിന് വേണ്ടി, അതായത് നമുക്ക് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതെന്താണ്? ഇത് ഓരോ LEDs ആണ്. ഞാൻ ഡിസ്പ്ലേ കാണിച്ചു തരാം. ഇതാണ് ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. ഇവിടെ കണ്ടല്ലോ 7 LEDs ഉണ്ട്. ഇത് ഓരോ LEDs ആണ്. നമുക്ക് ഇന്ന് സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. നമ്മളത് ഇവിടെ ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഓൺ ചെയ്തിട്ടേക്കും കേട്ടോ. ഇവിടെ ഓരോന്ന് ഓൺ ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ ഓൺ ചെയ്തു. ഞാനിപ്പോൾ സർക്യൂട്ടറീസ് കൊടുക്കും. നിങ്ങൾ സർക്യൂട്ട് നോക്കണ്ട. ഇത് ഓരോന്നിനും നേരത്തെ കണ്ട പോലെ തന്നെ ഓരോ LEDസിന്റെ കണക്ഷൻസ് ഇവിടെ ഈ ഒരു കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും. കോമൺ വയർ ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കോമൺ വയർ ഇങ്ങനെ പോസിറ്റീവ് കൊടുത്തിരിക്കുന്നു. ബാക്കിയെല്ലാം നെഗറ്റീവ്സ് എന്ത് ചെയ്യണം? ഓരോ ഇതായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ശരിക്കും റെസിസ്റ്റർ കൊടുത്തിട്ട് കൊടുക്കാവും, ഇല്ലെങ്കിൽ LED നമ്മൾ അന്ന് പറഞ്ഞിട്ട് ബേൺ ഔട്ട് ആവും. ഇതിപ്പോൾ ഞാൻ ഇവിടെ വോൾട്ടേജ് 1.6 അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, പവർ സപ്ലൈ വോൾട്ടേജ് 1.6 അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അല്പം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഈ LED ഇപ്പൊ തന്നെ ബേൺ ഔട്ട് ആവും. നമ്മൾ ഓൺ ചെയ്യുന്ന LED കണ്ടോ, ബേൺ ഔട്ട് ആയി പോകും. ഓക്കെ, അപ്പോൾ 1 ആ ഒരു റേഞ്ചിൽ മാത്രമേ അതവിടെ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ഒരു മിനിമം വോൾട്ടേജിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്താലേ അത് കണ്ടോ വർക്ക് ആവും. അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് കൊടുക്കണം. ഓക്കെ, എപ്പോഴും 7 സെഗ്മെന്റ് ഡിസ്പ്ലേ ഒക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെസ്റ്റ് കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ കറക്റ്റ് ആയിട്ട് ഞാൻ കണക്ഷൻസ് കൊടുത്തിട്ടില്ല. ഓർഡറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ? കണ്ടോ, നമ്മൾ ഓരോ ഓൺ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിസ്പ്ലേ അവിടെ തെളിയുന്നുണ്ട്. കണ്ടോ, നമുക്കിപ്പോൾ ഓരോ നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇപ്പോൾ നമുക്ക് 3 കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ 3 നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഓരോ കണ്ടോ 3 എന്ന നമ്പർ വന്നുണ്ടോ. അപ്പോൾ ഓരോന്നും എന്താണ്? ഓരോ കണക്ഷൻസാണ്. ഇത് കോമൺ കണക്ഷൻ. ബാക്കി എന്ത് ചെയ്യുന്നു? ഓരോ LEDs എന്ത് ചെയ്യുന്നു? ഓരോ സ്വിച്ചുമായിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ കൺട്രോളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് ഓരോ ഡിജിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഓരോന്നും എന്താണ്? ഓരോ LEDs ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഓരോ LEDs എന്ത് ചെയ്യുന്നു? അവിടെ സ്വിച്ച് ഓൺ ആവുന്ന സമയത്താണ് നമുക്ക് ആ ഡിസ്പ്ലേ അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. അപ്പോൾ എന്തിനാണ് റെസിസ്റ്റേഴ്സ് കൂടുതൽ മനസ്സിലായല്ലോ. ഇവിടെ അല്പം ഒന്ന് വോൾട്ടേജ് കൂടുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇത്
ബേൺ ഔട്ട് ആവും. ഓക്കെ. ഇപ്പോൾ കണക്ഷൻ കൊടുത്ത സമയത്ത് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റെസ്റ്റ് കൊടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തത്. ഇല്ലാതെ നമുക്കൊരു 5 വോൾട്ട് വരെയാണ് ഇതിന്റെ റേഞ്ച് പറയുന്നത്. ഓക്കെ. എപ്പോഴും ഒരു 5 വോൾട്ട് ഇവിടെ കൊടുക്കാൻ കണക്കിന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ അവിടെ സെറ്റ് ചെയ്യാനായിട്ട്. അതാണ് ആ സർക്യൂട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ കാണിച്ച സർക്യൂട്ടിലാണ് 5 വോൾട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 5 വോൾട്ട് പ്ലസ് 5 വോൾട്ട്. അപ്പോൾ അതവിടെ കൊടുക്കാൻ കണക്കിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എപ്പോഴും സെറ്റപ്പ് ചെയ്യണം. ഇങ്ങനെ ഡയറക്റ്റ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നമുക്ക് ഈ മോഡ്യൂൾ വാങ്ങിക്കാൻ കിട്ടും. ഇത് മാത്രമായിട്ട് ഇത് സാധാ സ്വിച്ചാ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇതിപ്പോൾ ഇതിൽ 6 എണ്ണേ ഉള്ളൂ. ടോട്ടൽ 7 എണ്ണം വേണം. അതുകൊണ്ട് ഞാൻ ഒന്ന് അഡീഷണൽ ആയിട്ട് വേറെ സ്വിച്ച് വെച്ചെന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അഡീഷണൽ കാര്യമൊന്നുമില്ല. വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ. DP സ്വിച്ച് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡിസ്പ്ലേസ് നമുക്കിവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ. ഇതാണിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച്. അതിന് ഡോട്ടും ഇവിടെ ഒരു ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോട്ട് കണക്ഷൻ ഇവിടെ ഇതുണ്ടോ, ഡോട്ട് ഓൺ ആവുന്നു, ഓഫ് ആവുന്നു. ഓക്കെ. ഡെസിമൽ പോയിന്റ്സ് കാണിക്കാനായിട്ട്. അത് ചിലതിലേ കാണത്തുള്ളൂ, അല്ലാത്തതിൽ എന്ത് ചെയ്യത്തില്ല, അവിടെ നമുക്ക് കാണത്തില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ദിസ് ഈസ് ദ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ. ഇതാണ് നമ്മുടെ 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് LED എന്താണ്, ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 സെഗ്മെന്റ്സ് ഡിസ്പ്ലേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുവഴി നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഇതിപ്പോൾ ഒരു ഡിസ്പ്ലേ മോഡ്യൂൾ, ഇതുപോലത്തെ മൾട്ടിപ്പിൾ ഡിസ്പ്ലേ മോഡ്യൂൾസ് ഒക്കെ ഇപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റലേ കാണിക്കാൻ പറ്റുന്നുള്ളൂ. നമുക്കിപ്പോൾ 2 ഡിജിറ്റ്, ഇപ്പോൾ 23 എന്ന് കാണിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 2025 എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 4 എണ്ണം വയ്ക്കണം. ഓക്കെ. പിന്നെ പിക്സൽ എന്ന് പറഞ്ഞിട്ട് വരുന്ന കേസസ് ഉണ്ട്. ഇവിടെ പിക്സൽ LEDs ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ പിക്സൽ നമ്പേഴ്സാ. പിക്സൽസ് നമുക്ക് കാണിക്കാനുണ്ട് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. ഇത് അത്രയും കറക്റ്റ് അല്ല ഇത്. പിക്സൽ LEDs വേറെ ഉണ്ട്. ഇതിനകത്ത് അത് കാണിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ അതാണെങ്കിൽ നമുക്കിങ്ങനെ ഓരോ ഡോട്ടും എന്തായിരിക്കും, ഓരോ LEDs ആയിരിക്കും. ഓക്കെ. ഓരോ ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ടാണ്. നമ്മുടെ ഈ ബസ്സിന്റെ ഒക്കെ ബോർഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. KSRTCയുടെ ലോ ഫ്ലോർ ആ ഒരു ബസ്, ആ സീരീസിലൊക്കെ ബസ്സുകളുടെ ബോർഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഈ ഡോട്ടാണ്. അത് ഓരോ LEDs ആണ്. പിന്നെ നമ്മുടെ ഈ ഷോപ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്, ഷോപ്പിൽ ഇപ്പോൾ നമ്മൾ 7 സെഗ്മെന്റ് യൂസ് ചെയ്യില്ല. കാരണം 7 സെഗ്മെന്റ് നമുക്ക് എല്ലാ നമ്പേഴ്സും അവിടെ വിഷ്വൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡോട്ട് മെട്രിക്സ് ഡിസ്പ്ലേസ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ. ഡോട്ട് മെട്രിക്സ് ഡിസ്പ്ലേ എന്ന് പറയും. അതായത് ഓരോ ഡോട്ടും എന്തായിട്ട് കാണിക്കും, നമുക്ക് ഓരോ LEDs ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത് അങ്ങനത്തെ വേറൊരു മെത്തേഡാ. അതും LED തന്നെയാണ്. ഓക്കെ. നമ്മുടെ ഷോപ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ റണ്ണിങ് ടെക്സ്റ്റ്, സ്ക്രോളിംഗ് ടെക്സ്റ്റ് കൊടുക്കുന്ന ഏതാണ്, അത്തരത്തിലുള്ള LEDs. അപ്പോൾ അതൊക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു 7 സെഗ്മെന്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് കേട്ടോ. നോക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ്, ലാസ്റ്റ് ടോപ്പിക് ഇതിൽ വരുന്നത് ഫോട്ടോ ഡയോഡ്. ഓക്കെ. എന്താണ് ഫോട്ടോ ഡയോഡ്? അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഫോട്ടോ ഡയോഡ് നമുക്കിവിടെ നോക്കാം. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫോട്ടോ ഡയോഡ്. അപ്പോൾ തൊട്ട് മുൻപേ പഠിച്ച ഡയോഡിന്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? അവിടെ നമ്മൾ സർക്യൂട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സർക്യൂട്ടിൽ കൊടുക്കുന്ന സമയത്ത് അത് അവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നേരെ ഇൻവേഴ്സ് കാര്യമാണ്. ഓക്കെ. ഇതെന്താണ്, ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ജസ്റ്റ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ലൈറ്റ് വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും, ചെറിയൊരു രീതിയിലൊരു കറണ്ട് എന്ത് ചെയ്യും, ഇതവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു വേരിയേഷൻ എന്ത് ചെയ്യും, അവിടെ കൊണ്ടുവരും. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, അവിടെ സെൻസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ അവിടെ സ്കൂളിൽ നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റിലേക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. എക്സിബിഷന് വേണ്ടി എക്സ്പോസുകൾ. ഓക്കെ. നമ്മൾ വയ്ക്കും ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എന്നും, അതുപോലെ തന്നെ ആന്റി തെഫ്റ്റ് ഡിവൈസ്, കള്ളന്മാരെ വീട്ടിൽ കയറുന്ന സമയത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഡിവൈസും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് നിങ്ങൾ യൂസ് ചെയ്ത് ശരിക്കും അവിടെ പല സെറ്റപ്പ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഒന്നുകിൽ LDR എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ PIR എന്ന് പറയുന്ന മോഷൻസ് പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്ന അത്തരം ഡിവൈസ് യൂസ് ചെയ്ത് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫ്രാറെഡ് ലൈറ്റ്സ് വെച്ച് ചെയ്യാൻ പറ്റും. ഇൻഫ്രാറെഡ് ലൈറ്റ്സ് ഒക്കെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത ഒരു സെൻസറാണ് ഈ ഫോട്ടോ ഡയോഡ്. അന്ന് പക്ഷേ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചിലപ്പോൾ ഫോട്ടോ ഡയോഡ് ആണെന്ന് പറയാൻ ചിലപ്പോൾ അറിയത്തില്ല. എന്നാൽ നിങ്ങൾ സെൻസർ എന്ന രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ ഡയോഡിന്റെ പ്രോപ്പർട്ടി, ഒരു ലൈറ്റ് വന്ന് ഇവിടെ വീഴുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ അത് ലൈറ്റിനെ സെൻസ് ചെയ്യും. ഓക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ അവിടെ നോക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് അതിന്റെ എന്ത് ചെയ്യാം, വർക്കിംഗ് നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് ഈ ഒരു ഫോട്ടോ ഡയോഡ് നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ ഫോട്ടോ ഡയോഡ് ബൈ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് എ റിവേഴ്സ് ബയാസ്ഡ് സിലിക്കൺ ഓർ ജെർമേനിയം PN ജംഗ്ഷൻ ആണ്. ഓക്കെ. ഇവിടെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം തന്നെയാണ്. ഓക്കെ. ഇറ്റ്സ് എ റിവേഴ്സ് ബയാസ്ഡ് സിലിക്കൺ ഓർ ജെർമേനിയം PN ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ. എന്താണ്, PN ജംഗ്ഷൻ ആണ്. ഓക്കെ. ഡയോഡിന് ഇതിനല്ല, PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാലും മതി. PN ജംഗ്ഷൻ ആണ്.
ഇതില് നമ്മുടെ ഈ ഒരു റിവേഴ്സ് കറന്റ് ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ റിവേഴ്സ് ബയാസ്ഡ്. അത് കാര്യം ഓർത്തോളണേ. കാരണം മറ്റേ നമ്മൾ LED ശരിക്കും എന്താ ചെയ്യുന്നത്? ഫോർവേഡ് ബയാസിംഗ് ആണ് ചെയ്യുന്നത്. ഫോർവേഡ് ബയാസിംഗ് ആണ്. അവിടെ നമ്മൾ സിലിക്കണും ജെർമേനിയും അല്ല യൂസ് ചെയ്യുന്നത്. ഗാലിയം ആർസനൈഡ്, ഫോസ്ഫൈഡ് പോലത്തുള്ള അത്തരം കോമ്പൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്തത് അവിടെ യൂസ് ചെയ്ത്. കാരണം നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ വരുന്ന സമയത്ത് ലൈറ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യണ്ട. ഇവിടുത്തെ പ്രത്യേകത ഇതൊരു റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു സിലിക്കൺ ഓർ ജെർമേനിയം PN ജംഗ്ഷൻ ആണ്. ഇവിടെ ഇതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സ് കറന്റ് ഉണ്ടല്ലോ, ഇതിന്റെ റിവേഴ്സ് ബയാസിംഗ് ആകുന്ന സമയത്ത് നമ്മളന്ന് ഗ്രാഫ് പഠിച്ചു. ഇവിടെ എന്തുണ്ട്? റിവേഴ്സ് കറന്റ് ഉണ്ട്. ഓക്കെ, ഈ റിവേഴ്സ് കറന്റിന്റെ ഒരു പ്രോപ്പർട്ടി, ഈ റിവേഴ്സ് കറന്റ് എന്തെന്ന് അറിയാവോ? ഈ റിവേഴ്സ് കറന്റ് ഇവിടെ എപ്പോഴാണോ ഇത് ലൈറ്റുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്, ഓക്കെ, വെൻ ഇറ്റ് എക്സ്പോസ് ടു ലൈറ്റ്, ഓക്കെ, ഇവിടെ റിവേഴ്സ് കറന്റ് എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എക്സ്പോസ് ടു ലൈറ്റ് എന്ത് ചെയ്യും? The reverse current increases. Okay, reverse current will increases. Okay, will increases. Reverse current എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായില്ല പോയിന്റ് എന്താണെന്നല്ലേ? എന്താണ് നടക്കുന്നത് മനസ്സിലായില്ലേ? റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു സിലിക്കൺ ഓർ PN ജംഗ്ഷൻ ആണ്. ഓക്കെ, എന്താണ്? സിലിക്കൺ ഓർ PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഇതിന്റെ റിവേഴ്സ് കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? റിവേഴ്സ് കറന്റ് ഈ ഒരു ഡയോഡ് അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു സെൻസർ എപ്പോഴാണോ ലൈറ്റുമായിട്ട് എക്സ്പോസ് ആവുന്നത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? ഇതവിടെ ആ ഒരു റിവേഴ്സ് കറന്റ് എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതിന് വേറെ കാര്യം കണ്ടീഷൻ നമ്മളോട് പറയണം. ഇവിടുത്തെ റിവേഴ്സ് കറന്റ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കറന്റ് വീഴുന്ന അല്ല ലൈറ്റ് വീഴുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും ഒരു ഇൻക്രീസിങ് അല്ല അവിടെ സംഭവിക്കുന്നത്. എത്രത്തോളം ലൈറ്റ് അവിടെ വീഴുന്നുണ്ടോ, ഓക്കെ, മനസ്സിലായോ? എത്രത്തോളം ലൈറ്റ് അവിടെ വന്ന് വീഴുന്നുണ്ടോ അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് നമുക്ക് പറയാം റിവേഴ്സ് കറന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. ഓക്കെ, എന്താണ്? ഇവിടെ വരുന്ന ആ ഒരു റിവേഴ്സ് കറന്റ് നമ്മൾ എത്രയാണോ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അതിനവിടെ എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ലൈറ്റ് ഇവിടെ വീണ് കഴിയുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ കറണ്ട് അവിടെ വരും. അപ്പോൾ നമുക്ക് അത്രയും ഒരു സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് അവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ലൈറ്റുകളെ ഡിറ്റക്ട് ചെയ്യാം. ഇത് നമ്മളാണ് നോർമൽ യൂസ് ചെയ്യുന്നത്. ഈ ഫോട്ടോ ഡയോഡ്സ് തന്നെയാണ് നമ്മളല്ലാതെ ചില എക്സ്പെരിമെന്റുകൾക്കൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, ചില എക്സ്പെരിമെന്റുകൾക്കൊക്കെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കമ്മ്യൂണിക്കേഷനിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ശരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഫോട്ടോ ഡയോഡ്സ് ആണ്. അറിയില്ല, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഫൈബർ, നമ്മുടെ ഡാറ്റ കണക്ഷൻ, ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആയാലും നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ കണക്ഷൻ, ഡിഷ് അല്ല, സാറ്റലൈറ്റ് ഡിഷ് അല്ല, അല്ലാത്ത രീതിയിൽ വരുന്ന കണക്ഷൻസിന്, വയർ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ കോയാക്സിൽ കേബിൾസിനെല്ലാം എന്ത് ചെയ്തു? നമ്മുടെ ഒപ്റ്റിക്കൽ കേബിളിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ അവിടെയൊക്കെ ഡിറ്റക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? ഇത്തരത്തിലുള്ള ഫോട്ടോ ഡയോഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നമുക്കൊരു വർക്കിംഗ് നമുക്കവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഇതായിട്ട് പറഞ്ഞു. നമുക്ക് എങ്ങനെയാണ് നമുക്കിവിടെ നോക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രിൻസിപ്പിൾ ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് ഈ ഒരു റെക്ടിഫയർ, നോർമൽ ഒരു റെക്ടിഫയർ ഡയോഡ്, ഓക്കെ, റെക്ടിഫയർ ഡയോഡ് നമ്മൾ റിവേഴ്സ് ബയാസിൽ കൊടുക്കുവാണെങ്കിൽ, ഓക്കെ, ഒരു നോർമൽ റെക്ടിഫയർ ഡയോഡിന് എന്ത് ചെയ്യുന്നു? ഒരു റിവേഴ്സ് ബയാസിംഗിൽ കൊടുക്കുവാണെങ്കിൽ അതിനെന്താണ്? ഒരു ചെറിയൊരു ലീക്കേജ് കറന്റ് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് വിൽ ഹാവ് എ സ്മോൾ റിവേഴ്സ് ലീക്കേജ് കറന്റ്. ഓക്കെ, ഒരു ലീക്കേജ് കറന്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഡയോഡ് ആണെങ്കിലും എന്ത് തന്നെയാണ്? സെയിം പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ, ഫോട്ടോ ഡയോഡിന് എന്തിനാണ് സംഭവിക്കുന്നത്? ഒരു സെയിം പ്രോപ്പർട്ടി തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫോട്ടോ ഡയോഡും നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തോളും? ഒരു റിവേഴ്സിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലീക്കേജ് കറന്റ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഈ ഒരു റിവേഴ്സ് കറന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാലോ? നമുക്ക് സാധാരണ റിവേഴ്സ് കറന്റ് എന്തുകൊണ്ടാണ് അവിടെ വന്നത്? നോർമൽ ഡയോഡിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ തെർമൽ ഇലക്ട്രോൺ ഹോൾ പെയർ കാരണമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ആ ഒരു റിവേഴ്സ് ലീക്കേജ് കറന്റ് ഫോം ചെയ്തത്. എന്തുകൊണ്ടാണ്? തെർമൽ ഇലക്ട്രോൺ ഓർ ഹോൾ പെയർ. ഓക്കെ, ഇലക്ട്രോൺ ഹോൾ പെയർ കാരണമാണ് എന്ത് ചെയ്തത്? അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു തെർമൽ ജനറേറ്റ് ഇലക്ട്രോൺ, ഓക്കെ, തെർമൽ ജനറേറ്റ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അത് നമുക്ക് ആ ഒരു ജംഗ്ഷനിലുള്ള തന്നെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? റിവേഴ്സ് വോൾട്ടേജ് അവിടെ നിന്ന് എന്ത് ചെയ്യും? മാറ്റും. ഓക്കെ, ഇങ്ങനത്തെ റിവേഴ്സ് വോൾട്ടേജ് ആയിട്ട് മാറി അങ്ങനെ എന്തുണ്ട്? അവിടെ അത് റെക്ടിഫൈ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു റെക്ടിഫയർ ഡയോഡിൽ ഈ റിവേഴ്സ് കറന്റ് ടെമ്പറേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ കൂടും. ഓക്കെ, അങ്ങനെ അതനുസരിച്ച് ഇലക്ട്രോൺ ഹോൾസ് പെയർ എന്ത് ചെയ്യുന്നുണ്ട്? അതനുസരിച്ച് കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് കേട്ട് വെക്കുക കേട്ടോ, മനസ്സിലാക്കുക. എന്ത് ചെയ്യുന്നു? റിവേഴ്സ് കറന്റ് ആണ് വരുന്നത്. റിവേഴ്സ് കറന്റ് കാരണം തെർമലി ജനറേറ്റഡ് ഇലക്ട്രോൺസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഇത് കൂടും. ഓക്കെ, അപ്പോൾ ഇതിൽ
ശരിക്കും നമുക്ക് ഈ ഒരു ഫോട്ടോ ഡയോഡിന്റെ ഒരു വ്യത്യാസം റെക്ടിഫയറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ റെക്ടിഫയർ ഡയോഡിൽ നമുക്ക് ശരിക്കും അത് ഇൻസുലേറ്റഡ് അല്ലേ? അപ്പോൾ അവിടെ അത് ലൈറ്റ് ആയിട്ടൊന്നും എക്സ്പോസ് ചെയ്യില്ല. ടെമ്പറേച്ചർ മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവിടെ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഡയോഡിന്റെ പ്രത്യേകത ഈ ഡയോഡിന്റെ ഒരു ഈ ജംഗ്ഷൻ എന്താണ്? ശരിക്കും നമ്മൾ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ വെച്ചിരിക്കുന്നത്. നോർമൽ ഡയോഡ് നമ്മളിതിങ്ങനെ ഒരു കവറിങ്ങിലൊക്കെ വെച്ച് വെക്കുമ്പോൾ ഇതിന്റെ ആ ഒരു സെൻസറി പാർട്ട് നമ്മുടെ ക്യാമറയുടെയൊക്കെ പോർഷൻ നമ്മുടെ ഫോണിന്റെ ക്യാമറ നോക്കി അറിയാം നമുക്ക് അവിടെ ലെൻസ് പോലെ കാണില്ലേ? അപ്പൊ അതുപോലെ ആ ഒരു പോർഷൻ പോലെ ഇതിങ്ങനെ ലൈറ്റിന് എക്സ്പോസ് ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഫോട്ടോ ഡയോഡ്സ് അവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇത് എന്താണ് ആ ഒരു ഇത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത് ലൈറ്റിനനുസരിച്ച് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിവേഴ്സ് കറന്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ ടെമ്പറേച്ചറിന്റെ ബേസിസിലായിരുന്നു. ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ലൈറ്റിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലൈറ്റിന്റെ ബേസിസിൽ ഇവിടത്തെ റിവേഴ്സ് കറന്റ് റിവേഴ്സ് കറന്റ് എന്ത് ചെയ്യാണ് ഇസ് ബേസ്ഡ് ഓൺ ദ ലൈറ്റിന്റെ ബേസിസിലൂടെ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ഇറ്റ് ഈസ് ഇൻക്രീസിങ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഈ ഫോട്ടോൺസ് വന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പി എൻ ജംഗ്ഷനിൽ വീഴുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു എനർജി എന്ത് ചെയ്യും അവിടെ വരും. ഫോട്ടോൺസ് ആ ഒരു ജംഗ്ഷനിലോട്ട് എന്ത് ചെയ്യും ഒരു ഇത് കൊടുക്കും. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഈ ഫോട്ടോൺസ് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു മെറ്റൽ സർഫസിൽ ഒരു ഫോട്ടോൺ വന്നിങ്ങനെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും HNU എന്ന ഫോട്ടോൺ ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ഇ എന്ന് പറയുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യും. അങ്ങനെ ആ ജംഗ്ഷൻ എന്ത് ചെയ്യണം അവിടെ ഇലക്ട്രോൺസ് വരുവാണ്. അങ്ങനെ അത് വരുന്ന സമയത്തോടെ എന്ത് ചെയ്യും കൂടുതൽ ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടെ ജമ്പ് ചെയ്ത് പോകുമ്പോൾ ആര് ക്രിയേറ്റ് ചെയ്യും ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇലക്ട്രോൺസ് അവിടെ നോക്കൗട്ട് ചെയ്യുന്നു. പറയുന്ന ഒരു ടേം നോക്കൗട്ടിങ് ആണ്. നോക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരും ഒരു ഹോൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഇൻക്രീസ് എന്ത് ചെയ്യും റിവേഴ്സ് കറന്റ് അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. എപ്പോഴാണോ ഫോട്ടോൺ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇലക്ട്രോൺ അവിടെ നിന്ന് ചാടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു റിവേഴ്സ് കറന്റ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ അതില് ഈ ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് റിവേഴ്സ് കറന്റ് എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ അവിടെ ഇൻക്രീസ് ചെയ്യും. നമുക്ക് ചുരുക്കി പറയുവാണെങ്കിൽ ദാറ്റ് ഇസ് ദ ഇൻസ്റ്റന്റ് ലൈറ്റ് ഇന്റൻസിറ്റി ഇൻക്രീസസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിവൈസ് ഡിക്രീസസ്. എന്ത് പറയാം ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ് റെസിസ്റ്റൻസ് കുറഞ്ഞാലല്ലേ കണ്ടക്ടിവിറ്റി കൂടത്തുള്ളൂ. എന്നാലേ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്ത് കൂടും റെസിസ്റ്റൻസ് ഡിക്രീസസ്. ആരുടെയാണ് ഫോട്ടോ ഡയോഡിന്റെ. റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഡിക്രീസസ്. അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്. മനസ്സിലായോ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന്? എന്താ സംഭവിക്കുന്നത് നമുക്കൊരു ഫോട്ടോ ഡയോഡ് ഉണ്ട്. ഫോട്ടോ ഡയോഡിന്റെ ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ജംഗ്ഷൻ നമ്മൾ കറണ്ടിന് എക്സ്പോസ് ആവുന്ന രീതി ലൈറ്റിന് എക്സ്പോസ് ആവുന്ന രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന ജംഗ്ഷൻ അവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ LED പോലെ. ശരിക്കും ഈ ഒരു LEDയും ചില സമയത്ത് ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്കൊരു ഫോട്ടോ ഡയോഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ സെർട്ടൺ കണ്ടീഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കി അങ്ങനെ ബോധറാവണ്ട. പക്ഷേ LEDക്കും ശരിക്കും ഒരു ലൈറ്റിനെ സെൻസ് ചെയ്യേണ്ട കഴിവുണ്ട്. പിന്നെ അത് കുറച്ച് എക്സ്റ്റെൻഡ് വരെ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഡയോഡ് വയ്ക്കുന്നിടത്ത് നമുക്ക് LED വെച്ച് സെൻസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചില എക്സ്റ്റെൻഡുകളിൽ പറ്റും. അത് അതനുസരിച്ച് ഡിവൈസ് ഒക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യണം. പക്ഷേ നോർമൽ യൂസിലൊന്നും പറ്റത്തില്ല. എക്സ്പെരിമെന്റൽ പർപ്പസ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. യൂസിങ് LED ആസ് എ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രോജക്റ്റ് പോലെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ കണ്ടക്ട് ചെയ്ത് നോക്കാം. എത്രത്തോളം ലൈറ്റിനെ സെൻസ് ചെയ്യുന്നു. സെൻസ് ഒക്കെ ചെയ്യും. നമുക്ക് റീഡിങ്സ് ഒക്കെ കിട്ടും. അതനുസരിച്ച് നമുക്ക് ഡാറ്റ അനലൈസ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇന്റർപ്രറ്റ് ചെയ്യാം. അതൊരു പ്രോജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു ഐഡിയാസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഐഡിയ ആയിട്ട് വേണമെങ്കിൽ പറയാം. നിൽക്കട്ടെ അത്. അപ്പോൾ ആ ഒരു പോയിന്റാണ് പറഞ്ഞത്. എന്ത് ചെയ്യുന്നു ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് അവിടെ എന്ത് ചെയ്യുവാണ് റെസിസ്റ്റൻസ് അവിടെ ഡിക്രീസ് ചെയ്യുവാണ്. റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസിങ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്തിന്റെ പ്രിൻസിപ്പിളാ ഫോട്ടോ ഡയോഡിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾ ആണല്ലോ. പ്രിൻസിപ്പിൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിനി ഇതിന്റെ ഡയോഡ് പാക്കേജ് എങ്ങനെ നോക്കാം. നമ്മൾ നേരത്തെ LED നമ്മളവിടെ ഡിസ്പ്ലേ കണ്ടു. LED ഒക്കെ എങ്ങനെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഡയോഡ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഒരു ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഈ കാണുന്നതാണ് ഒരു ഫോട്ടോ ഡയോഡ്. ഇതിന്റെ സിമുലേറ്റർ. സർക്യൂട്ട് സിമുലേറ്ററിലുള്ള കണ്ടോ ഇതാണ് PN ജംഗ്ഷൻ എന്ന പോർഷൻ. ഇതാണ് PN ജംഗ്ഷൻ. ഇത് എന്ത് ചെയ്യുന്നു ലൈറ്റ് എക്സ്പോസ്ഡ് ആണ്. ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതിവിടെ സെൻസ് ചെയ്യും. ലൈറ്റ് വരുന്ന സമയത്ത് സെൻസ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ആണ്. ഇത് ശരിക്കും ഇവിടെയാണ് ഈ ഒരു പോർഷൻ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒറിജിനൽ പിക്ചർ കാണിച്ചു തരാം. ഇത് പല രീതിയിൽ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇത് ഒരു ടൈപ്പ് ആണ്. നമ്മുടെ ഫോണിലൊക്കെ ഉണ്ട് ഫോട്ടോ സെൻസേഴ്സ്. ഇത് ഒരു ടൈപ്പ് ആണ്. ഇതൊരു ഫോട്ടോ ഡയോഡ് ആണ്. ഫോട്ടോ ഡയോഡ്. ഇതും ഫോട്ടോ ഡയോഡ്. ഇത് മറ്റൊരു ടൈപ്പ് ആണ്. ഇത് മെറ്റൽ ക്യാൻ ടൈപ്പ് എന്ന് പറയും. പുറത്ത് എന്ത് ചെയ്യുന്നു ഒരു കവറിംഗ് ഒക്കെ വന്നിട്ട് വരുന്നത്. ഇത് പല ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്.
നമ്മുടെ ടിവിയുടെയൊക്കെ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന റിമോട്ടിലല്ല ടിവിയുടെ അതിലെ സെൻസേഴ്സിൽ അവിടെ നമ്മൾ IR ഡിറ്റക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. അത് ഇത്തരത്തിലുള്ള ഫോട്ടോ ഡയോഡ്സ് ആണ്. നമ്മുടെ സാധാരണ മാർക്കറ്റിൽ നമ്മൾ ഈ ഒരു എക്സിബിഷനൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് വാങ്ങിക്കാൻ പോയാലും കൂടുതലും കിട്ടുന്ന ഇതുപോലത്തെയാണ്. ഓക്കെ. ഇങ്ങനെ പല രീതിയിലുണ്ട്. പല വെറൈറ്റീസിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആ ഒരു ഇത് വേറെ ഡയോഡാ കേട്ടോ. പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫോട്ടോ ഡയോഡുകൾ അവൈലബിൾ ആവുന്നുണ്ട്. ഈ മെറ്റൽ ക്യാൻ ടൈപ്പ്. ഇതാണ് മെറ്റൽ ക്യാൻ ടൈപ്പ് എന്ന് പറയുന്നത്. അതിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു, ഒരു പാക്കേജ് അവിടെ വരുന്നുണ്ട്. ഒരു കവറിംഗ് ആയിട്ട്. ഓക്കെ. ഒരു പോർഷൻ അവിടെ ആനോഡും മറ്റൊരു പോർഷൻ അവിടെ കാഥോഡും ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വിൻഡോയും അവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നോക്കുക. ഇത് സെന്ററിൽ എന്ത് ചെയ്യണം, ആ ഒരു ഫോട്ടോ ഡയോഡ് അവിടെ വരുവാണ്. ഓക്കെ. അപ്പോൾ ഇതവിടെ നമ്മൾ വിൻഡോ എന്നാ വിളിക്കുന്നത്. എന്ന് വിളിക്കുന്ന പേര് എന്താണ്, വിൻഡോ. കാരണം ഇത് ഓപ്പണിംഗ് ആണ്. ഓക്കെ. അവിടെ നമുക്ക് എന്ത് ചെയ്യും, ലൈറ്റ് അവിടെ ഒന്ന് വീഴും. അപ്പോൾ ഇത് വീഴുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ ലൈറ്റ് അത് സെൻസ് ചെയ്യുന്നത്. ഓക്കെ. കാഥോഡും ആനോഡും. ഓക്കെ. അപ്പോൾ അത്രയാണ് നമുക്ക് എന്തിൽ വരുന്നത്, ആ ഒരു ഫോട്ടോ ഡയോഡിന്റെ ഇതിൽ വരുന്നത്. അപ്പോൾ ഫോട്ടോ ഡയോഡ് കണ്ടല്ലോ. ഫോട്ടോ ഡയോഡിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം വേണമെങ്കിൽ. ഓക്കെ. ഒരു ഫോട്ടോ ഡയോഡ് ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ഒരു മെറ്റൽ ക്യാൻ ഉണ്ടാവും. അതിലെന്ത് ചെയ്യുന്നുണ്ട്, 2 ലെഗ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. മറ്റൊരു LED ടൈപ്പ് ആണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു ബ്ലാക്ക് കളറിൽ കണ്ടത്. ഓക്കെ. ഇവിടെ പുറത്ത് എന്ത് ചെയ്യുന്നു, ഒരു വിൻഡോ വരുന്നുണ്ട്. ദെൻ ഇത് ആ ഒരു മെറ്റൽ കേസിംഗ് ആണ് പുറത്ത് വരുന്നത്. പിന്നെ ഇത് കാഥോഡും ഇതെന്താണ്, ഇത് ഇവിടുത്തെ ആനോഡ് പാർട്ടുമാണ്. കാഥോഡും ആനോഡും. ഓക്കെ. ഇനി ഇതിന്റെ സിമ്പൽ നോക്കി വെച്ചേക്കുക കേട്ടോ. സിമ്പൽ നമ്മുടെ LEDയുടെയും ഡയോഡിന്റെയൊക്കെ സിമ്പൽ പോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, നമ്മൾ LEDക്ക് നേരത്തെ എങ്ങനെ ആരോ കൊടുത്ത് പുറത്തോട്ട് കൊടുത്തു കണ്ടോ, ഇങ്ങനെ നമ്മൾ എന്തിനാ കൊടുത്തത്, LEDക്ക് കൊടുത്തത്. പക്ഷേ ഇതിന് ആരോ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അകത്തോട്ടാണ് കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാ, ലൈറ്റ് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, വന്ന് ഹിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ലൈറ്റ് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്യുന്നത്, അവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫോട്ടോ ഡയോഡ്. ഇതാണ് ഒരു ഫോട്ടോ ഡയോഡിന്റെ സ്കീമാറ്റിക് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. സ്കീമാറ്റിക് സിമ്പിൾ. ഇതിൽ ഇവിടെ കാഥോഡും ഇത് ആനോഡ് പാർട്ടുമാണ്. ഈ കണക്ഷൻസ് കൊടുക്കുമ്പോൾ തിരിഞ്ഞു പോയാൽ എന്ത് ചെയ്യത്തില്ല, നേരാവണ്ണം ഇത് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ കണക്ഷൻസ് നമ്മൾ കറക്റ്റായിട്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ. ദെൻ ഇതിൽ നമുക്ക് ഈ ഒരു കാഥോഡ് ടൈപ്പ്, കോമൺ കാഥോഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് വരുന്നതുണ്ട്. ഓക്കെ. അത് തിരിച്ച് കണക്ഷൻസ് വരുമെന്നേ ഉള്ളൂ. കോമൺ ആനോഡ് ടൈപ്പും കാഥോഡ് ടൈപ്പും. അത് ഈ മെറ്റൽ കേസിംഗിൽ നമുക്ക് കണക്ഷൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ കേസ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് നോക്കി ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ഫോട്ടോ ഡയോഡ് കേട്ടോ. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമുക്കിനി ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, കുറച്ച് ഇതിന്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ നമുക്കവിടെ ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ പല ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. പല ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനവിടെ വരുന്നുണ്ട്. സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സിൽ വരുന്നതാണ്. പല ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ഓപ്പറേഷൻ ആണ്. ഓക്കെ. ഫോട്ടോ ഡയോഡ് ഓപ്പറേഷൻ. ഫോട്ടോ ഡയോഡ് ഓപ്പറേഷൻ. അപ്പോൾ സാധാരണ ഒരു ഫോട്ടോ ഡയോഡിന്റെ സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ബാറ്ററി സോഴ്സ്, ദെൻ ഇവിടെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ഓക്കെ. ആറിന് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളൊരു ഫോട്ടോ ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. സർക്യൂട്ട് സിമ്പിൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഇത് ഡിജിറ്റൽ ബോർഡ് ആയതുകൊണ്ട് നേരെ വരാത്ത, നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കാം. ഓക്കെ. ഫോട്ടോ ഡയോഡ് എന്ത് ചെയ്യുന്നു, ഇവിടെ അകത്തോട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന്റെ വോൾട്ടേജ് ഞാൻ VR എന്ന് കൊടുക്കുന്നു. ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ V എന്ന് കൊടുക്കുന്നു. ഇവിടുത്തെ കറണ്ട് ഞാൻ IR എന്ന് എടുക്കുവാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഡയോഡ് നമ്മൾ എന്ത് ചെയ്തു, അവിടെ കണക്ട് ചെയ്തു. R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ ആണ്. അതുപോലെ തന്നെ V എന്ന് വെച്ചാൽ DC സപ്ലൈ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു കറണ്ട് കൊടുക്കാത്ത സമയത്ത്, ഓക്കെ, ഞാനിപ്പോൾ അവിടെ പ്രത്യേകിച്ച് കറണ്ട് അല്ല, ഒരു വോൾട്ടേജും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോട്ടോ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ PG ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. UGയിലും ചില യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. ഓക്കെ. ഫോട്ടോ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത്, ആദ്യം എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ലൈറ്റ് ഇവിടെ കൊടുക്കില്ല. വോൾട്ടേജ് എല്ലാം ഓൺ ചെയ്യും, റെസിസ്റ്റർ കണക്ട് ചെയ്യും, ബാക്കി എല്ലാം ചെയ്യും. പക്ഷെ അവിടെ എന്ത് ചെയ്തില്ല, ഒരു ലൈറ്റ് നമ്മൾ എന്ത് ചെയ്തില്ല, കൊടുക്കത്തില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യും, ഒരു കവറിങ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിനിവിടെ കവർ ചെയ്ത് വെച്ചേക്കും. ഓക്കെ. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കും, ഒരു ലൈറ്റ് ഇതിനകത്ത് എൻ്റർ ആകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റും എൻ്റർ ആകാതെ ഇരിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, ഒരു ചെറിയൊരു കറണ്ട് അവിടെ ഫ്ലോ ചെയ്യും. ഓക്കെ. എന്ത് ചെയ്യും, ഒരു സ്മോൾ കറണ്ട്, ഒരു സ്മോൾ റിവേഴ്സ് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സ് കറണ്ട് ആണ് എന്തെന്നറിയപ്പെടുന്നത്, IR എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ്, സ്മോൾ റിവേഴ്സ് കറണ്ട് IR എന്ന് പറയുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയാവോ, ഡാർക്ക് കറണ്ട്. ഓക്കെ. ഡാർക്ക് കറണ്ട്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഡാർക്ക് കറണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം, ദാറ്റ് ഈസ് വെൻ നോ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് ഓൺ ദ PN ജംഗ്ഷൻ ഓഫ് എ ഫോട്ടോ ഡയോഡ്, there will be a small reverse current. Okay, that is IR. It is called as the dark current. Okay, അതിനെ നമ്മൾ എന്ന് പറയുന്നത് ഡാർക്ക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ലൈറ്റ് ഒന്നും വീഴാതിരിക്കുന്ന സമയത്ത്, ഓക്കെ, ലൈറ്റ് ഒന്നും ഇൻസിഡന്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഇതിന് എന്തുണ്ടാവും, ഒരു റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ.
ആക്ച്വലി എന്തുണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഏതൊരു മെറ്റീരിയൽ ആയാലും അതിന് അതിൻ്റെതായ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റും വീഴാതിരിക്കുന്ന സമയത്ത് ഇതിനുണ്ടാകുന്ന റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്നറിയാം ഡാർക്ക് റെസിസ്റ്റൻസ്. ഓക്കെ, ഡാർക്ക് റെസിസ്റ്റൻസ്. ഓക്കെ, ഡാർക്ക് റെസിസ്റ്റൻസ്. നമ്മൾ അതിനെ RR എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്തെന്നാണ് വിളിക്കുന്നത്? RR എന്ന്. ഓക്കെ, അപ്പോൾ ഡാർക്ക് റെസിസ്റ്റൻസ് ഓഫ് എ ഫോട്ടോ ഡയോഡ് ഈസ് ഈക്വൽ ടു ഡാർക്ക് റെസിസ്റ്റൻസ് ഓഫ് എ ഫോട്ടോ ഡയോഡ്. ഇനി പേരിന് കൊടുക്കുക ഫോട്ടോ ഡയോഡ്. RR is equal to എന്ത് കിട്ടും? RR is equal to that is we are getting VR divided by dark current. ഓക്കെ, മനസ്സിലായോ? VR divided by dark current. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡാർക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്ത് എല്ലാ കണക്ഷൻസും കൊടുത്ത് ലൈറ്റ് ഒന്നും കൊടുക്കാതിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കറണ്ട് ഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു കറണ്ട് ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ഡാർക്ക് കറണ്ട് IR. then അവിടെ അപ്പോൾ ഫോം ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് ഡാർക്ക് റെസിസ്റ്റൻസ്, നമ്മൾ RR എന്ന് വിളിക്കും. ദാറ്റ് ഈസ് RR is equal to VR divided by ഡാർക്ക് കറണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. ഇനി ഇത് എന്ത് ചെയ്യും? നമ്മൾ സെക്കൻഡ് കേസിൽ എന്ത് ചെയ്യുന്നു? നമ്മളവിടെ PN ജംഗ്ഷൻ എന്ത് ചെയ്യണം? അവിടെ നമുക്കൊരു ഫോട്ടോൺ ഒന്ന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഫോട്ടോൺ എന്ത് ചെയ്തുകൊണ്ട് ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തു. ഒരു ഫോട്ടോൺ വന്ന് ഇവിടെ ജംഗ്ഷനിൽ ഹിറ്റ് ചെയ്തു, ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഫോട്ടോൺസ് ആ ജംഗ്ഷനിൽ വന്ന് ഹിറ്റ് ചെയ്യും. ആ സമയത്ത് ഫ്രീ ഇലക്ട്രോൺസ് വരും. ഫ്രീ ഇലക്ട്രോൺസ് വന്നാൽ കൂടെ ആരോടി വരും? ഹോൾസ് ജനറേറ്റ് ചെയ്യും. കാരണം ഇലക്ട്രോൺസ് പോകുമ്പോൾ അവിടെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റിവേഴ്സ് കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്പെൻഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് ഇങ്ങനെ പതുക്കെ കൂട്ടി കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ അതനുസരിച്ച് എന്ത് ചെയ്യും? അതനുസരിച്ച് ഹോളും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഹോൾസും ഇലക്ട്രോൺസും പ്രൊഡ്യൂസ് ചെയ്ത് അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് IR എന്ന് വിളിക്കാം. അതിന്റെ പേരെന്ന് അറിയാവോ? ഇറ്റ് ഈസ് കോൾഡ് ആസ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, സാച്ചുറേഷൻ current. മനസ്സിലായോ സാച്ചുറേഷൻ കറണ്ട് എന്താണെന്ന്? വാട്ട് യു മീൻ ബൈ സാച്ചുറേഷൻ കറണ്ട്? ആസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഇൻക്രീസസ് ദ റിവേഴ്സ് കറണ്ട് IR goes increasing till become maximum. This is called saturation current. ഇതിനെ നമ്മൾ എന്നറിയപ്പെടുന്നത്? സാച്ചുറേഷൻ കറണ്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച 3 ടേംസ് എന്തൊക്കെയായിരുന്നു? ഡാർക്ക് കറണ്ട്, രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഡാർക്ക് റെസിസ്റ്റൻസ്, മൂന്നാമത്തെ കാര്യം എന്താണ്? സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കും. ഓക്കെ, 1 മാർക്ക് മീൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ എന്ത് ചെയ്യും? ഇത് അവിടെ ഉണ്ടാവും. വാട്ട് യു മീൻ ബൈ ഡാർക്ക് കറണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരത്തില്ല. എന്ത് ചെയ്യണം? ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോട്ടോ ഡയോഡിന്റെ ഓപ്പറേഷൻ വരുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വന്നു? ഡാർക്ക് കറണ്ട് വന്നു, ഡാർക്ക് റെസിസ്റ്റൻസ് വന്നു, ആൻഡ് സാച്ചുറേഷൻ കറണ്ട്. ഓക്കെ, 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇതില് നമ്മൾ സാധാരണ ഒരു ഡയോഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കർവുകളോട് പ്ലോട്ട് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും? ക്യാരക്ടറിസ്റ്റിക്സ് കർവ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയും ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കർവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കർവ് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫോട്ടോ ഡയോഡ്. ഒരു ഫോട്ടോ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് നമ്മൾ പറയുന്നത് റിവേഴ്സ് കറന്റ് ഇലൂമിനേഷൻ കർവ് എന്നാണ്. ഓക്കെ, റിവേഴ്സ് കറന്റ് ഹൈഫൺ ഇലൂമിനേഷൻ കർവ്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ റിവേഴ്സ് കറന്റ് ഇലൂമിനേഷൻ കർവ്. റിവേഴ്സ് കറന്റ് ഇലൂമിനേഷൻ കർവ്. ഓക്കെ, ഇലൂമിനേഷൻ കർവ്. അപ്പോൾ ഈ ഒരു കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the graph that is between reverse current I and that is the illumination of the photodiode. Okay, അതായത് IR എന്ന് പറയുന്ന കറണ്ട്. ഓക്കെ, IR എന്തായിരുന്നു? സാച്ചുറേഷൻ കറണ്ട്, ക്യാപിറ്റൽ R ആണ് സാച്ചുറേഷൻ കറണ്ട്. മൈക്രോ ആംബിയർ റേഞ്ചിൽ വരത്തുള്ളൂ IR. ദെൻ അതും ഒരു ഗ്രാഫ് അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ Y ആക്സിസിൽ IRന്റെ വാല്യൂ, എക്സ് ആക്സിസിൽ വന്നിട്ട് അവിടുത്തെ ഇന്റൻസിറ്റി. ഓക്കെ, ഇലൂമിനേഷൻ മീൻസ് നമ്മൾ എത്രത്തോളം കറണ്ട് ലൈറ്റ് അവിടെ അപ്ലൈ ചെയ്യുന്നു എന്നാ. അപ്പോൾ അതിന്റെ യൂണിറ്റ് വന്നിട്ട് മില്ലി വാട്ട്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ, മില്ലി വാട്ട്സ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ആ ഒരു കർവിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിവേഴ്സ് കറണ്ട് ഇലൂമിനേഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, the reverse current is shown in the vertical axis and measured in microampere. The illumination is indicated horizontal axis and measured in മില്ലി വാട്ട്സ് പെർ സെന്റിമീറ്റർ. അപ്പോൾ ഇവിടുത്തെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഇവിടുത്തെ ഗ്രാഫ് നമുക്ക് വന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഓക്കെ, എന്താണ്? ഒരു
സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഒറിജിനിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യും അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു വാല്യൂവിനെ IR ഈസ് ഈക്വൽ ടു ME എന്ന് കൊടുക്കാം. ആൻഡ് ഇവിടുത്തെ M എന്ന് വെച്ചാൽ എന്താണ്? M എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണ്. എന്താണ്? സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് ആണെന്ന് പറയുന്നത് M എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് IR M/E, കാരണം ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അതാണ് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ഓംസ് ലോയുടെ ഗ്രാഫ് ഇതുപോലത്തെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഓക്കെ, നമുക്കത് കറണ്ടും ഇതൊന്നും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റിലേഷൻ പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ PN ജംഗ്ഷൻ നോക്കുന്ന സമയത്ത് എന്തല്ല സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ നമ്മൾ പറയും എന്താണ് PN ജംഗ്ഷൻ ഒരു ഓമിക് ഡിവൈസ് അല്ല എന്ന് പറയും. കാരണം അതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ലീനിയർ എക്സ്പോണൻഷ്യൽ ഗ്രാഫാണ് ഇവിടെ കിട്ടുന്നത്, PN ജംഗ്ഷന് കിട്ടുന്നത്. പക്ഷേ ഇതെന്താണ് ഫോട്ടോ ഡയോഡ്, ഇവിടെ നമുക്കൊരു ലീനിയർ ഗ്രാഫാണ് അവിടെ കിട്ടുന്നത്. എന്തുമായിട്ട് ഇന്റൻസിറ്റിയും ഇലുമിനേഷനും അതുപോലെ തന്നെ IR ബന്ധപ്പെട്ട ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നു. സോ അവിടെ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് കൊടുക്കുന്നത്, അതാണ് അവിടുത്തെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിവേഴ്സ് ഇലുമിനേഷൻ കർവ് എന്ന് പറയുന്നത്. ഇനി ഇത് ഒന്നാമത്തെ കർവാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ഗ്രാഫ് കൂടി നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. സെക്കൻഡ് ഗ്രാഫാണ്. അപ്പോൾ അതിന്റെ പേര് വന്നിട്ട് റിവേഴ്സ് വോൾട്ടേജ് റിവേഴ്സ് കറണ്ട് കർവ്. എന്താണ്? റിവേഴ്സ് വോൾട്ടേജ് റിവേഴ്സ് കറണ്ട് കർവ്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് വോൾട്ടേജും റിവേഴ്സ് കറണ്ടുമായിട്ട് വരയ്ക്കുന്ന കർവാണ് എന്ന് പറയുന്നത് റിവേഴ്സ് വോൾട്ടേജ് റിവേഴ്സ് കറണ്ട് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഇതിന്റെ ഗ്രാഫ് വരുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്കൊരു ഗ്രാഫ് കിട്ടുന്നത്. ഈ ഒരു 2 ആക്സിസ് മതി, ഇപ്പോൾ 3 എടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? റിവേഴ്സ് കറണ്ട് IR, ക്യാപിറ്റൽ R, ഇവിടെ VR ഇൻ വോൾട്ട്. ഓക്കെ, വോൾട്ടിൽ. ഇവിടെ ഡാർക്ക് കറണ്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഡാർക്ക് കറണ്ട്. അടുത്ത് നമ്മൾ കുറച്ച് ഇന്റൻസിറ്റി കൂട്ടുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ ഇലുമിനേഷൻ കൂട്ടുമ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യും? കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യും. പിന്നെ വോൾട്ടേജ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അടുത്ത കർവിന് എന്ത് ചെയ്യും? അടുത്ത അവിടെ ഇൻക്രീസ് ചെയ്യും. കണ്ടോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫോട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡാർക്ക് കറണ്ട് ആണ്. ഓക്കെ, ഡാർക്ക് കറണ്ട്. ദിസ് ഈസ് ദ കറണ്ട് വാല്യൂ ഫോർ ഈസ് ഈക്വൽ ടു 200 ലക്സ്. ഓക്കെ, ലക്സ് മീൻസ് യൂണിറ്റ് ഓഫ് ഇന്റൻസിറ്റി. ഓക്കെ, ലക്സ്. അടുത്ത ഇത് ഈസ് ഈക്വൽ ടു എന്ത് വരും? 400 ലക്സ്. ഓക്കെ, 400 ലക്സ്. ഇതെന്താണ് ഇവിടെ വരുന്നത്? ഈസ് ഈക്വൽ ടു 600 ലക്സ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പോകുന്നത്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ആ ഒരു PN ജംഗ്ഷന്റെ ഓരോ കർവിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഇതിലും ഓരോ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓരോ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള വോൾട്ടേജ് കറണ്ട് വേരിയേഷൻ. ഓക്കെ, കറണ്ട് ഇപ്പോൾ ഒരു ഇതിന് അതനുസരിച്ച് എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് അവിടെ നിൽക്കും അല്പസമയം. ഓക്കെ, പിന്നെ അടുത്ത ഇന്റൻസിറ്റി കൂട്ടുമ്പോഴാണ് കറണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. റിവേഴ്സ് ബയാസിങ് അങ്ങനെയാണ് അവിടെ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നത്? അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഗ്രാഫ് കൂടി നിങ്ങൾ പ്ലോട്ട് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ക്ലിയർ ഒരുപാട് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വേണ്ട. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയത് ഗ്രാഫ് നിങ്ങൾ പ്ലോട്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യം മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിൽ വരുന്നില്ല അത്രയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫോട്ടോ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ 2 കർവ് പഠിച്ചു. ഒന്ന് റിവേഴ്സ് കറണ്ട് ഇലുമിനേഷൻ കർവും മറ്റൊന്ന് റിവേഴ്സ് വോൾട്ടേജ് റിവേഴ്സ് കറണ്ട് കർവും നമ്മൾ എന്ത് ചെയ്ത് അവിടെ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നോക്കേണ്ട ഒരു ടോപ്പിക്, അതായത് നമ്മുടെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, എന്താണ് ആപ്ലിക്കേഷൻസ്? ആപ്ലിക്കേഷൻ ഓഫ് ഫോട്ടോ ഡയോഡ്സ്. ഫോട്ടോ ഡയോഡ്സിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ അലാം സർക്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന്റെ ആ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ. 2 ആപ്ലിക്കേഷൻസ് ആണ്. 2 ആപ്ലിക്കേഷൻ മാത്രമല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഒരു നമ്മൾ എക്സിബിഷൻ ഒക്കെ ചെയ്യുന്നതിൽ മിക്കതും നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. പല ആപ്ലിക്കേഷൻസും ഉണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് 2 മാത്രമേ മെയിൻ ആയിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തത് അലാം സർക്യൂട്ട് ആണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? അലാം സർക്യൂട്ട്. അലാം സർക്യൂട്ട് മീൻസ് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈറ്റ് സോഴ്സ്, നമ്മളിപ്പോൾ ഒരു വാതിലിൽ എന്ത് ചെയ്യുന്നു? ഒരു സൈഡിൽ ഒരു ലൈറ്റ് സോഴ്സും മറ്റൊരു സൈഡിൽ നമ്മൾ ഫോട്ടോ ഡയോഡ് ഡിറ്റക്ടർ നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും അവിടെ ലൈറ്റ് ഓൺ ആയിരിക്കും. ഓക്കെ, ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഓൺ ആവുന്നു. സാധാരണ നമ്മൾ ലേസറാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്നത്, ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുന്ന ലേസറാണ്. കാരണം നമുക്ക് ഹൈ ഡയറക്ഷനിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. മറ്റേ ലൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ചിലപ്പോൾ നമ്മുടെ പുറത്തുള്ള ലൈറ്റും എന്ത് ചെയ്യും? ഇന്റർഫിയർ ചെയ്യും.
നമ്മുടെ ഇതാവുമ്പോൾ ലേസ്ഡ് ആകുമ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ല. കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ വേയിലേക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ അതിനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണോ ഒരാൾ ഇത് കടന്നു വരുന്നത്, ഓക്കെ, എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് അവിടെ ഈ ലൈറ്റ് ബീം ബ്രേക്ക് ആവും. ലൈറ്റ് ബീം ബ്രേക്ക് ആവുന്ന സമയത്ത് ഇവിടെ റെസിസ്റ്റൻസിൽ എന്ത് ചെയ്യും, ഒരു വേരിയേഷൻ വരും. അവിടെ റിവേഴ്സ് കറന്റ് എന്ത് ചെയ്യാൻ തുടങ്ങും, പെട്ടെന്ന് ഡ്രോപ്പ് ആവാൻ തുടങ്ങും. ഈ റിവേഴ്സ് കറന്റ് ഡ്രോപ്പ് ആവുന്നത് എന്നെ ട്രിഗർ ചെയ്യും, ഒരു അലാറത്തെ ട്രിഗർ ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു അലാം സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ മറ്റൊരു സർക്യൂട്ടാണ് കൗണ്ടർ സർക്യൂട്ട്. നമ്മളിവിടെ ഓരോ ഇതും ഇങ്ങനെ ഒരു കൺവേ ബെൽറ്റിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ എത്ര പ്രൊഡക്റ്റ് അതുവഴി പോയി എന്ന് അറിയാനായിട്ട് ഒരു ലൈറ്റ് സോഴ്സ് ഇവിടെ പാസ് ചെയ്യുന്നു. ദെൻ ഇവിടെ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യവും ഈ ഒരു ലൈറ്റ് സോഴ്സ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രാവശ്യം ഈ ലൈറ്റ് സോഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് അത് പോകുന്നത്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് പോകുന്നതനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നു, അതിനകത്തുള്ള ലൈറ്റ് റിവേഴ്സ് കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോൾ ചെയ്യുന്നുണ്ട്. അത് എവിടെ റെക്കോർഡ് ചെയ്യപ്പെടും, അവിടെ റെക്കോർഡിംഗ് മീഡിയത്തിൽ അവിടെ എന്ത് ചെയ്യും, റെക്കോർഡ് കൗണ്ട് ആയിട്ട് റെക്കോർഡ് ചെയ്യും. നമുക്കിത് നിർമ്മിക്കാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് പ്രോജക്റ്റിനൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റും. ഒരുപാട് സർക്യൂട്ട്സ് നമുക്ക് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഓക്കെ, ഒരുപാട് സർക്യൂട്ട്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, മാനുവൽ പ്രോജക്റ്റ് ആയിട്ടോ, അല്ലാതെ ആർക്ക് ഇപ്പോൾ ഒരു സ്കൂൾ എക്സിബിഷനൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രോജക്റ്റാണ് ഈ ഒരു ഫോട്ടോ ഡയോഡൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന തരത്തിലുള്ള പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഒരു ചാപ്റ്ററിൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് അവിടെ നോക്കിയിരുന്നു. ടോട്ടലി സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് വരുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ എന്താണ് ഡിസ്കസ് ചെയ്തു. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്തായിരുന്നു, പി എൻ ജംഗ്ഷൻ എന്താണ് നമ്മളോട് പറഞ്ഞു. ഓക്കെ, പി എൻ ജംഗ്ഷൻ എന്താണ് നമ്മളോട് പറഞ്ഞു, അത് എങ്ങനെയൊക്കെ ഫോം ചെയ്യാൻ, എന്താണ് പി ടൈപ്പ് മെറ്റീരിയൽ, എന്താണ് എൻ ടൈപ്പ് മെറ്റീരിയൽ, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പഠിച്ചു. ഓക്കെ, അതിനകത്ത് ഒരു വലിയൊരു ചാപ്റ്റർ സെക്ഷൻ എന്ന സെമി കണ്ടക്ടറും പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജും നീ വോൾട്ടേജും. അത് അത്യാവശ്യം ചെറിയൊരു സെക്ഷൻ, ശരിക്കും അത് ഏതെങ്കിലും ഒരു സെക്ഷന്റെ കൂടെ കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ഒരു സെക്ഷൻ അല്ല. അത്യാവശ്യം ഒരു ചെറിയ ടോപ്പിക്കാണ് ആ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നും നീ വോൾട്ടേജ് എന്ന് പറഞ്ഞ് പഠിച്ച ഒരു ടോപ്പിക്ക്. പിന്നെ പഠിച്ച ഏതായിരുന്നു, നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് ആണ്, LED-സും ഫോട്ടോ ഡയോഡ്സും. ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് ആയിട്ട് LED-സും ഫോട്ടോ ഡയോഡ്സ് നമ്മൾ എന്ത് ചെയ്തു, അവർ നമ്മൾ പഠിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സ് പഠിച്ചു വെക്കുക. ഓരോ ഇതായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചത് നല്ല ഈസി ടോപ്പിക്സ് ആണ്. ഓക്കെ, പഠിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ചാപ്റ്റർ സെമി കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതായത് ഡയോഡ്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നോക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മുടെ സെമി കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.